പ്രിയപ്പെട്ട കൂട്ടുകാരെ, കവിയുടെ പേര് ശൈലൻ, കവിതയുടെ പേര് അഭ്യുദയ ഗ്രാംഷി. അഭ്യുദയ കാംക്ഷിയല്ല കേട്ടോ, അഭ്യുദയ ഗ്രാംഷി. ഞാനിന്ന് വായിച്ചൊരു കവിതയാണ്. വായിച്ചപ്പോൾ കവിത എന്നതിലുപരി ഒരു കഥ പോലെ തോന്നി. അത് കഥ പോലെ വായിക്കുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നി. അങ്ങനെ വായിച്ചപ്പോൾ ഒരു രസം തോന്നി. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി ഞാനത് ആ കവിതയിലേക്ക് കടക്കാം. ഷാർസനഗർ എന്ന പേര് ഇംഗ്ലീഷ് പോസ്റ്ററിൽ സ്കാവഞ്ചർ എന്ന് തെറ്റി വായിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു പണ്ട്. ഷാർസനഗർ എന്ന പേര് ഇംഗ്ലീഷ് പോസ്റ്ററിൽ സ്കാവഞ്ചർ എന്ന് തെറ്റി വായിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു പണ്ട്. കോളേജിൽ അവനൊരു ഹീറോ ആയിരുന്നു. അന്നത്തെ ഒരു ഡീസൽ ബുള്ളറ്റും അതിൻ്റെ ബഹളമേറിയുള്ള വരവും അവന് നായകത്വമേറ്റി. വീട്ടിൽ മുട്ടയും പാലും ഹോർലിക്സും കഴിച്ച് വളർന്നവനെന്ന് ഒറ്റനോട്ടത്തിൽ കിട്ടും. എന്ത് കാര്യം? ഉള്ളുകൊണ്ട് ഭീരുവെന്ന് അടുപ്പത്തിലറിയാം. അവനെ അന്നേ നമ്മൾ കവിതയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആരും ശ്രദ്ധിച്ചൊന്നുമില്ല. അക്കാലത്തെ നമ്മുടെ എല്ലാ കവിതകളെയും പോലെ ആരും സീരിയസ് ആയി എടുത്തുമില്ല. അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഷാർസനഗർ എന്നൊക്കെയുള്ള സ്പെല്ലിങ് ആരെയാണ് കുഴക്കാത്തത്? ടെർമിനേറ്റർ സെക്കൻഡ് ഇറങ്ങിയ കാലമാണെന്ന് ഓർക്കണം. ജഡ്ജ്മെന്റ് ഡേ എന്നൊക്കെയാണ് ഉപരിവാചകം. ബോഡി ബിൽഡിംഗ് ആണ് ഹരം. കവിതയൊക്കെ ആര് കാര്യമായി എടുക്കുന്നു? കൂട്ടുകാരൻ പിന്നെ അച്ഛൻ മരിച്ചതിൻ്റെ സാന്ത്വന നിയമനത്താൽ LD ക്ലർക്കായി. സിനിമാ പ്രേമം നിർത്തി. ഉത്തരവാദിത്തമില്ലാത്ത നമ്മളെ എപ്പോൾ കാണുമ്പോഴും പരിഹസിച്ചു, പുച്ഛിച്ചു. കൂട്ടുകാരനിലും ഉപരി അഭ്യുദയകാംക്ഷിയും ഉപദേശിയുമായി ക്രമേണ പരിണമിച്ചു. റിപ്പബ്ലിക്കനായ ഷാർസനഗർ പിന്നെ കാലിഫോർണിയയിലെ ഗവർണറൊക്കെയായി. ഉരുക്ക് ബോഡിയൊക്കെ മലയാളികൾക്ക് ചുമ്മാ കോമഡിയായി. പേരറിഞ്ഞിട്ടും അർണോൾഡ് ശിവശങ്കരനെന്ന് വിളിച്ചവരുമേറെ. വിളി കേൾക്കാവുന്ന അകലത്തിലല്ലാത്തത് അങ്ങേരുടെ ഭാഗ്യം. അഭ്യുദയൻ കൃത്യമായ ഇടവേളകളിൽ ഗ്രേഡുകൾ, പ്രമോഷനുകൾക്കൊക്കെ അടിപ്പെട്ട് സാറായി മൂത്ത് പരിപക്വമാക്കി കാലത്തെ. ഗവർണർ കസേരയിൽ നിന്നിറങ്ങി വീണ്ടും സ്ക്രീനിലേക്ക് നടന്ന ആർണി 78-ാം വയസ്സിൽ ദ മാൻ വിത്ത് ബാഗ് എന്നൊരു ആക്ഷൻ കോമഡി ചെയ്യുന്നതായി വായിച്ചിരുന്നു എവിടെയോ. 78-ാം വയസ്സിൽ ദ മാൻ വിത്ത് ബാഗ്
എന്നൊരു ആക്ഷൻ കോമഡി ചെയ്യുന്നതായി വായിച്ചിരുന്നു എവിടെയോ. ബാഗുമായി ഓഫീസിൽ നിന്നിറങ്ങി വരുന്ന പഴയ കൂട്ടുകാരനെ ഈയിടെ അവിചാരിതം കണ്ടു. ഒരു കാരണവുമില്ലാതെ. ബാഗുമായി ഓഫീസിൽ നിന്നിറങ്ങി വരുന്ന പഴയ കൂട്ടുകാരനെ ഈയിടെ അവിചാരിതം കണ്ടു. ഒരു കാരണവുമില്ലാതെ. സീനിയർ സൂപ്രണ്ടും സിവിൽ സർവീസും തമ്മിൽ അത്രയധികം ഭേദമൊന്നുമില്ല എന്ന് ഗൗരവ ഗാംഭീര്യം. സീനിയർ സൂപ്രണ്ടും സിവിൽ സർവീസും തമ്മിൽ അത്രയധികം ഭേദമൊന്നുമില്ല എന്ന് ഗൗരവ ഗാംഭീര്യം. കണ്ടാലും മിണ്ടിയാലും അദ്ദേഹമെന്നേ ഇപ്പോൾ മൂപ്പരെ വിളിക്കാൻ തോന്നും. കണ്ടാലും മിണ്ടിയാലും അദ്ദേഹമെന്നേ ഇപ്പോൾ മൂപ്പരെ വിളിക്കാൻ തോന്നും. മകൻ ഓസ്ട്രേലിയയിൽ പോയെന്നും കേരളത്തിലൊക്കെ എങ്ങനെ ജീവിക്കുമെന്നും ചിരിയിൽ ഡോസ് കൂടിയ പുച്ഛം, സഹതാപം. മകൻ ഓസ്ട്രേലിയയിൽ പോയെന്നും കേരളത്തിലൊക്കെ എങ്ങനെ ജീവിക്കുമെന്നും ചിരിയിൽ ഡോസ് കൂടിയ പുച്ഛം, സഹതാപം. ഒന്നും ആകസ്മികമായിരുന്നില്ല പണ്ടേ എന്നിപ്പോഴെങ്കിലും മനസ്സിലാക്കിയെടുക്കാം. ഒന്നും ആകസ്മികമായിരുന്നില്ല പണ്ടേ എന്നിപ്പോഴെങ്കിലും മനസ്സിലാക്കിയെടുക്കാം. നമ്മൾ കരുതുന്ന തെറ്റിവായിക്കലുകളൊന്നും തെറ്റിവായിക്കലുകളേ അല്ല. നമ്മൾ കരുതുന്ന തെറ്റിവായിക്കലുകളൊന്നും തെറ്റിവായിക്കലുകളേ അല്ല. തെറ്റിവായന എന്നൊരു വായനയെ ഇല്ലെന്നും വേണമെങ്കിൽ ഉപസംഹരിക്കാം. തെറ്റിവായന എന്നൊരു വായനയെ ഇല്ലെന്നും വേണമെങ്കിൽ ഉപസംഹരിക്കാം. ഇതാണ് ആ കവിത, അഥവാ ഒരു ചെറുകഥ. കവിതയുമല്ല കഥയുമല്ലാത്ത രീതിയിലാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. അത് ആ രീതിയിൽ ആണ് ഞാൻ വായിക്കാനായിട്ട് എനിക്ക് തോന്നിയത്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇതിൽ പറയുന്ന ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും അവിടെ ഇവിടെ എല്ലാം നമ്മൾ കണ്ട പല മുഖങ്ങളെയും ഓർമ്മിപ്പിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടും കൂടിയാണ് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. കവിയുടെ പേര് ശൈലൻ, കവിതയുടെ പേര് അഭ്യുദയ ഗ്രാംഷി. താങ്ക് യു.